NRPM-HS 91 സ്നേഹക്കൂട്ടായ്മ ഇഫ്താർ സംഗമവും സ്നേഹവിരുന്നും നടത്തി. ചടങ്ങിൽ സ്കൂൾ മാനേജർ ഗോപാലകൃഷ്ണപിള്ളയെ ആദരിച്ചു. NRPM-HS 91 സ്നേഹക്കൂട്ടായ്മ കഴിഞ്ഞ 3 വർഷക്കാലമായി നടത്തിവരുന്ന ഇഫ്താർ സംഗമം ഈ വർഷവും വിപുലമായ പരിപാടികളോടെയാണ് നടത്തിയത്. ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ 3ാമത് ഇഫ്താർ സംഗമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഞങ്ങളൊക്കെ തമ്മിൽ പഠിച്ച കാലം മുതലുള്ള സൗഹൃദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് അടുത്ത തലമുറയിലും ഉണ്ടാകണം, അതായത് ഞങ്ങളുടെ മക്കളിലും അത് ഉണ്ടാകണം. കായംകുളം NRPM-HS 91 കൂട്ടായ്മയുടെ ഇഫ്താർ സംഗമവും സ്നേഹവിരുന്നുമാണ് നമ്മൾ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു 3 വർഷക്കാലങ്ങളായിട്ട് 10ാം ക്ലാസ്സിൻ്റെ ഈ ഗ്രൂപ്പ് സജീവമായി നാനാതുറകളിലുള്ള കുടുംബാംഗങ്ങളും പുറത്തുള്ളവരുടെയും അസന്നരായിട്ടുള്ളവർക്ക് ആശ്രയവും കുടുംബ സംഗമവും ഇഫ്താർ സംഗമവും നടത്തി വരുന്നതാണ്. NRPM-HS 91 സ്നേഹക്കൂട്ടായ്മ പ്രസിഡന്റ് ഗിരീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങിൽ സെക്രട്ടറി ജയരാജ് ജയ സ്വാഗതം പറഞ്ഞു. NRPM-HS സ്കൂൾ മാനേജർ ഗോപാലകൃഷ്ണപിള്ളയെ ഈ ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യിൽ പ്രസന്നകുമാരി, കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുല്ലുകുളങ്ങര ധർമ്മശാസ്ത്ര ക്ഷേത്ര സെക്രട്ടറിയുമായ സുരേഷ് രാമനമഠം, പുല്ലുകുളങ്ങര ദേവസ്വം പ്രസിഡന്റ് D അയ്യപ്പൻ താമരശ്ശേരി, പുല്ലുകുളങ്ങര ജുമാ മസ്ജിദ് ഖത്തീഫ് നവാസ് ഫാഗവി, കണ്ടല്ലൂർ ജുമാ മസ്ജിദ് പ്രതിനിധി ഷൈജു കണ്ടല്ലൂർ, ഉദയ കോളേജ് അധ്യാപകൻ അജയൻ എന്നിവർ സംസാരിച്ചു. സൗഹൃദ ഇഫ്താർ സംഗമങ്ങൾ നമ്മൾ നോക്കിയാൽ കേരളത്തിന്റെ അങ്ങോളം ഒരുപാട് സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ മലയാളികൾ താമസിക്കുന്ന എല്ലായിടങ്ങളിലും ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചതിൽ വളരെ അത്യന്താപേക്ഷിതമായ, വളരെ ശ്ലാഘനീയമായ കാര്യമാണ് നമ്മൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹീറോ കായംകുളം.